നാട്ടിൽ ഗുസ്തി മത്സരം നടക്കുകയാണ്. ആ നാട്ടിലെ ഏറ്റവും പേരുകേട്ട ഗുസ്തി വീരൻ അവസാന റൗണ്ടിലെത്തി. എതിരാളിയെ ആർക്കും പരിചയമില്ല. ആരും അയാളെ ശ്രദ്ധിച്ചതേയില്ല. വിജയിയെ മുൻകൂട്ടി തീരുമാനിച്ച് ആഘോഷങ്ങളും തുടങ്ങിയിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ആ പുതുമുഖത്തിന്റെ പോരാട്ട വീര്യം. ഗുസ്തി വീരനെ ഒന്നനങ്ങാൻ പോലും സമ്മതിക്കാതെ അയാൾ തറപറ്റിച്ചു. ഒരു നിമിഷം കാണികൾ സ്തബ്ധരായി. പിന്നീട് അവർ കൂകി വിളിക്കുവാനും പരിഹസിക്കുവാനും തുടങ്ങി. പെട്ടെന്ന് പരാജയപ്പെട്ട ഗുസ്തി വീരൻ ചിരിക്കാൻ തുടങ്ങി. അയാൾ വിജയിയെ എടുത്തുയർത്തി ആഹ്ലാദം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് ജനങ്ങൾ വീണ്ടും നിശബ്ദരായി. ഒരു കൊച്ചുകുട്ടി ഗുസ്തി വീരനോട് ചോദിച്ചു, "നിങ്ങളല്ലേ തോറ്റത്, പിന്നെന്തിനാണ് ചിരിക്കുന്നത്?" അയാൾ പറഞ്ഞു, "ആദ്യമായാണ് ഒരു പുതുമുഖം ചാമ്പ്യനെ തോൽപ്പിക്കുന്നത് ഞാൻ കാണുന്നത്. ആർപ്പു വിളിച്ച കാണികൾ ചിരിക്കുന്നതും നിശബ്ദരാകുന്നതും ഒരേ സമയം ഞാൻ കണ്ടു. എങ്ങനെ ചിരിക്കാതിരിക്കും?" അനുഭവങ്ങൾ ആനന്ദകരമാകണമെങ്കിൽ അവയോടുള്ള സമീപനം മാറണം. എല്ലാ അനുഭവങ്ങളും ആർക്കും ആസ്വാദ്യകരമാകില്ല. ചിലത് സന്തോഷം തരുമ്പോൾ ചിലതിൽ നിന്നും സന്തോഷം കണ്ടെത്തണം. ആഗ്രഹിക്കുന്നത് മാത്രം ജീവിതത്തിൽ സംഭവിപ്പിക്കാനുള്ള ഇന്ദ്രജാലം ആർക്കും അറിയില്ല. ഒരു നദിയും കല്ലിൽ തട്ടിയതിന്റെ പേരിൽ ഒഴുക്ക് അവസാനിപ്പിക്കാറില്ല. വഴിമാറി ഒഴുകുകയേ ഉള്ളൂ. ആർത്തലച്ച് ആഴങ്ങളിലേക്ക് പതിച്ചാലും വീണ്ടും എഴുന്നേറ്റ് അനന്തമായി ഒഴുകും. വീഴുന്നവരുടെ മുന്നിൽ രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ വിത്തായി വളരുക, അല്ലെങ്കിൽ ജഡമായി അടിയുക. ആരും നിസ്സാരരല്ല. തനത് മേഖലകളിൽ തക്ക സമയത്ത് കഴിവ് തെളിയിക്കാൻ ശേഷിയുള്ളവരാണ് എല്ലാവരും. തുടർച്ചയായ ജയങ്ങളിൽ നിന്നും ലഭിക്കുന്ന അമിതാവേശവും ആത്മവിശ്വാസവും തകർക്കാൻ ആദ്യമായി ഗോതയിലിറങ്ങുന്നവന്റെ അപ്രതീക്ഷിത നീക്കങ്ങൾ മതിയാവും. എതിരാളിയെ തുല്യനായി കണ്ട് ബഹുമാനിക്കുന്നതാണ് ഒരു പോരാളിയുടെ സവിശേഷ ഗുണം. ബഹുമാനം എല്ലാവരോടും ഉണ്ടാകണം, അവനവനോടും എതിരാളിയോടും മത്സരത്തോടും.